കാള ചെരിഞ്ഞ സംഭവം. അപ്പോൾ ഈ സംഭവം മുന്നോട്ട് കണ്ടുകൊണ്ട് ഒരു 3 വർഷം മുന്നേ കേരള ഹൈക്കോടതി ഓച്ചിറ കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. എല്ലാ മാധ്യമങ്ങളിലും ആ നിർദ്ദേശം വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സംഭവം തന്നെ ഇപ്പം ഇന്ന് മറിഞ്ഞ ആ സംഭവം അഡ്വാൻസ് ആയിട്ട് അവർ കണ്ടുകൊണ്ടിട്ട് തന്നെ ഒന്ന് ഈ കാളയുടെ ഹൈറ്റ് കുറയ്ക്കണം. അവർ പറഞ്ഞിരുന്നൊരു ഏകദേശം ഒരു 15 മീറ്ററിലായിട്ട് നിജപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇന്ന് വെച്ചാൽ ഈ കാള കിട്ടുന്നത് 56 നമ്മുടെ ദേശങ്ങൾ പറഞ്ഞു. ഇന്ന് 52 ദേശങ്ങളാണെങ്കിലും ഈ 52 ദേശങ്ങളിൽ ഒതുങ്ങുന്നില്ല. ഇപ്പം ഇന്നത്തെ ഇപ്പോൾ എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ചേർത്തുകൊണ്ട് ഒരു 10 പേരോ 15 പേരോ ചേർത്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ മത്സരത്തിൻ്റെ കമ്പം വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഭാഗം നമ്മൾ വേണ്ടത് ഈ ദേശങ്ങളിൽ മാത്രം കോടതി എന്ന് പറഞ്ഞിരുന്നത് 52 ദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുക്കുക. കാളകളുടെ എണ്ണം ക്രമപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു നല്ലൊരു ജനകീയ ആഘോഷമായിട്ട് ഓരോ ഒരു കരയിൽ ഒന്ന് എന്ന രൂപത്തിലേക്ക് കാളകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേശത്തിലുള്ള എല്ലാ ആളുകളെയും ഇതിന് പങ്കാളികളാക്കുവാൻ വേണ്ടി പറ്റും. സന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ശരിക്കും ശരിയായ രീതിയിലുള്ള ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഈ ഹൈറ്റ് കൂടിയതിൻ്റെ കാരണത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈറ്റ് കൂടുകയാണെങ്കിൽ തന്നെയും കൂടിയാലും ഇല്ലെങ്കിലും ഈ അടുത്ത ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ആ വിശ്വാസത്തിൻ്റെ രീതിയിൽ നടക്കണമെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റി തന്നെ മുൻകൈ എടുത്തുകൊണ്ടിട്ട് ഒരു എക്സ്പെർട്ടുകളെ നിയമിക്കണം, ഒരു വിദഗ്ധ സമിതി. അതിൽ ഈ കാളകളെ കുറിച്ചിട്ടുള്ള ആ എഞ്ചിനീയറിംഗ് പ്രാവീണ്യമുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പൊ അവരുടെ ആ കമ്മിറ്റി വിദഗ്ധ സമിതി, ആ സമിതി ഓരോ കാളകളുടെയും കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് അത് പരിശോധിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ക്രമപ്പെടണം. അത് അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ആ അത് മാത്രമേ നമ്മൾ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഹൈറ്റ് അതുപോലെ ക്രമപ്പെടുത്തുക. പിന്നെ ഇതിൽ ഇപ്പോൾ തന്നെ ഈ 2003 ഏറ്റവും ലാസ്റ്റായിട്ട് നടന്നത് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിയുന്നത്. പണ്ട് കാളകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് വെച്ചാൽ ഒരു ദേശത്തിൽ വരുന്ന കാള ആ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞ് നേരെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്ഥാപിച്ച് തിരിച്ചു പോവുക. പക്ഷേ പണ്ട് അവിടുത്തെ ആചാരം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ കിടക്കുന്ന ഈ 8 കണ്ടം എഴുന്നള്ളത്ത്, അതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ആചാരം. അത് കാഴ്ചശീവേലിയാണ് ശരിക്കും. മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാഴ്ചശീവേലിക്ക് സമാനമായ ഒരു ചടങ്ങാണ്. അപ്പം ഈ കാളകളെ ഈ 8 കണ്ടം ആ ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് ആണ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവർ വെച്ചിരുന്നത്. അപ്പൊ ഇപ്പോൾ നടക്കാത്തത് എന്താ വെച്ചാൽ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റത്തില്ല. ക്രമാതീതമായിട്ട് ഇവിടെ ഹൈറ്റ് കൂടിയിരിക്കുക. ഹൈറ്റ് കൂടിയ സാധനം പ്രദക്ഷിണം വയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് അവര് അവിടെ വെച്ചിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഹൈറ്റ് നിജപ്പെടുത്തുക. കോടതി